പുറക്കാട് ഇടവകയിൽ നിന്നാണ്. ഞാൻ പല പ്രാവശ്യം മാതാവിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ മെയ് മാസം ഞാൻ ഒരപേക്ഷക്കത്ത് ഇട്ടായിരുന്നു. ഞങ്ങളുടെ കിടപ്പാടം കടത്തിലായിരുന്നു. അതിനു വേണ്ടി 1 ഏക്കർ നിലം ഒരാൾക്ക് കൊടുത്തായിരുന്നു. 5-8 വർഷമായി അവർ തന്നെയായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ മെയ്യിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങൾക്ക് ആ നിലം വിട്ടു തരണമേ, എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ മാതാവേ ഞാൻ അതിന് സാക്ഷ്യം പറയാ. അത് കൃഷി ചെയ്ത് കിട്ടുന്ന പൈസ ഒരു വീതാംശം മാനസിക രോഗികൾക്ക് IMSൽ കൊടുക്കാമെന്നും ഞാൻ നേർന്നു. അതിൻ്റെ ഫലമായി ജൂണിൽ ഞങ്ങൾക്ക് ആ നിലം തിരിച്ചു തന്നു ആ വ്യക്തി തന്നെ. IMS അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. എനിക്കറിയാത്തൊരു കാര്യമാണ്. ഞാൻ സാക്ഷി റൂമിൽ ഇരിക്കുമ്പോൾ ഈ അമ്മച്ചി എൻ്റെ അടുക്കൽ വന്നിട്ടില്ല. പക്ഷേ എൻ്റെ കൈകൾക്ക് എഴുതാനായിട്ട് ഒത്തിരിയേറെ പ്രയാസമുണ്ട്. എങ്കിൽ പോലും കർത്താവ് എന്നെ കൊണ്ടൊരു വചനം എഴുതിപ്പിച്ചു. 2 പ്രാവശ്യം വേണ്ട വേണ്ട എന്ന് ഞാൻ എഴുതണ്ടയോ? പക്ഷേ എന്നെക്കൊണ്ട് ഒരു അദൃശ്യ ശക്തി പരിശുദ്ധ അമ്മ ഒരു വചനം എഴുതിപ്പിച്ചു. നീ എഴുതൂ. ഞാൻ അവസാനം ആ വചനം കണ്ടുപിടിച്ച് എഴുതി. ഏശയ്യായുടെ പുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം, രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരി കുടിക്കുക. എത്ര അർത്ഥവത്തായ ഒരു സാക്ഷ്യമാണ് എൻ്റെ മുമ്പിൽ, നിങ്ങളുടെ മുമ്പിൽ വന്നു ചേർന്നത്. കിട്ടാതെ പോയ നിലം പൂർണ്ണമായിട്ടും കിട്ടുന്നതായിട്ടുള്ള സന്തോഷത്തോടെ ജലം കോരി കുടിക്കുക എന്ന വചനം എനിക്ക് തന്നുകൊണ്ട് പരിശുദ്ധ അമ്മ എനിക്ക് ആ വചനം തന്നതിനെ ഓർത്തുകൊണ്ട് ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം.